നസ്യം ചെയ്യുന്നൊരു പ്രോസസ്സാണിത്. നമ്മൾ നസ്യം എന്ന് പറയുമ്പോൾ എല്ലാവരും പേടിയോടുകൂടിയാണ് സമീപിക്കാറ്. നസ്യമോ ഡോക്ടറെ ഞങ്ങൾക്കത് വേണ്ട എന്നൊക്കെ പറയും. പക്ഷെ ശരിക്കും നസ്യത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അലർജിക് റിയാക്ഷൻസ്, അതുപോലെ സൈനസൈറ്റിസ്, നമ്മുടെ മൂക്കിലെ ദശ വളരുന്നത്, അതുപോലെ മുഖസൗന്ദര്യം കൂട്ടാനായിട്ട്, അതുപോലെ പ്രിമച്യൂർ ഗ്രേയിങ്, അതുപോലെ തന്നെ നമ്മുടെ ലോങ്ലിറ്റി എന്നൊക്കെ പറയുന്നത് നമുക്ക് നസ്യത്തിലൂടെ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ നേസൽ പാസേജിലുള്ള ബ്ലോക്കേജും കാര്യങ്ങളും, അതുപോലെ നേസൽ ക്യാവിറ്റിനെയൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ നവദ്വാരങ്ങളിൽ നമുക്ക് ഓപ്പണിംഗ് സോഴ്സ് മെയിൻലി എല്ലാ ഫേഷ്യൽ ഫീച്ചേഴ്സിൽ വരുന്നതിൽ മെയിൻ ഒരു ഫാക്ടറാണ് നസ്യം കൊണ്ട് നമുക്ക് ഹീലാവുക. അപ്പം ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ പറ്റി പലർക്കും അറിയാമെങ്കിലും എല്ലാവർക്കും ഒരു പേടിയാണ്, ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ. നമ്മുടെ ക്ലിനിക്കിൽ ഇതിൻ്റെ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സിദ്ധ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെയാണ് മെയിൻലി വരുന്നത്. വർമ്മ മസാജും കാര്യങ്ങളും, അതുപോലെ വർമ്മ അടങ്കലും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യും. നേസൽ ഡീവിയേഷനും നേസൽ സെപ്റ്റൽ ഡീവിയേഷനും അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ നമുക്ക് നല്ല ഡിഫറൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ നസ്യം ചെയ്യുന്നൊരു പ്രോസസ്സിന് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചെയ്യുന്ന സമയവും, അതുപോലെ അത് ആർക്കൊക്കെ ചെയ്യാം, എപ്പോഴൊക്കെ ചെയ്യാം, അങ്ങനെയും കുറേ കൺസേൺ ഉണ്ട്. എപ്പോഴും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രം നസ്യം എന്നുള്ളൊരു പ്രോസസ്സ് ചെയ്യേണ്ടതാണ്.